ദൈവവചനം തലമുറകളെ നേരായ പാതയിൽ നയിക്കുവാൻ പര്യാപ്തമായ ഒന്നാണ്. ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് എഴുതി തയ്യാറാക്കിയിരിക്കുന്നതാണ് ദൈവവചനം. ഇസ്രായേൽ മക്കളോട് ദൈവം അരുളി ചെയ്യുന്നുണ്ട്, നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നരുളി ചെയ്യുന്നു. നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ച് നൽകുകയും വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഇസ്രായേൽ ജനങ്ങളോട് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടാണ്. വചനാടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ വേണ്ടി ഒരു ജനതയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ ഭാഗം കൂടെയാണ് ഇത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനങ്ങളോട് ദൈവം പറയുകയാണ്, ദൈവവചനം തലമുറകൾക്ക് പങ്കുവച്ച് നൽകേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ വചനത്തോട് വിമുഖത കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത്. എന്നാൽ തീർച്ചയായും വചനാടിസ്ഥാനത്തിൽ നമ്മുടെ തലമുറകളെ വളർത്തേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. വഴിതെറ്റിപ്പോകാതെ നേരായ പാതയിൽ സഞ്ചരിക്കുന്നതിന് നമ്മളെ തലമുറകളെ സഹായിക്കുന്നതാണ് ദൈവവചനം. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഇലക്ട്രോണിക്സ് ഉപകരണം നമ്മൾ എടുത്താലും അതിനോടൊപ്പം ഒരു ഹാൻഡ് ബുക്ക് കിട്ടാറുണ്ട്. ആ ഹാൻഡ് ബുക്ക് എടുത്ത് മറിച്ച് അതിൻ്റെ താളുകൾ നോക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ആ ഉപകരണം ഉപയോഗിക്കേണ്ടത്. വളരെ വ്യക്തവും സ്പഷ്ടവുമായി അതിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ വായിച്ചു മനസ്സിലാക്കിയാൽ അതിനെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് എഴുതി തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകമാണ് സത്യവേദ പുസ്തകം. ആ വേദപുസ്തകം വചനം ധ്യാനിച്ചുകൊണ്ട്, വേദപുസ്തകത്തിലെ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുകയാണെങ്കിൽ, അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും ഭംഗിയായൊരു ജീവിതം ഈ ലോകത്തിന് കാഴ്ചവയ്ക്കുവാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിൽ ആ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തലമുറകളെ നാം വളർത്തേണ്ടതുണ്ട് എന്നുള്ളത് ഏറെ അനിവാര്യമായ കാര്യമാണ്. ഓരോ ദിവസത്തെ ദിനപത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന വാർത്തകൾ നോക്കിയാൽ അറിയാം, മനുഷ്യ സ്വഭാവം നഷ്ടപ്പെട്ട വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ പറ്റും. 20 വയസ്സിന് താഴെയുള്ള ക്രിമിനൽ കേസുകൾ പിടിക്കുന്ന കുട്ടികളെ നിങ്ങളൊന്ന് നോക്കൂ. അവരുടെ ആരുടെയും മുഖത്ത് ഒരു അല്പം പോലും പശ്ചാത്താപം നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം മനുഷ്യത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വേദപുസ്തകം മനുഷ്യത്വം നമുക്ക് നൽകുന്നതാണ് എന്നുള്ള കാര്യം മറക്കരുതേ. മനുഷ്യത്വം നഷ്ടപ്പെട്ട തലമുറയെ മനുഷ്യത്വം നൽകി മനുഷ്യനായി മാറ്റാൻ സത്യവേദ പുസ്തകം, വചനം മതിയായ ഒന്ന് തന്നെയാണ്. വചനത്തിൽ തലമുറകളെ നാം രൂപപ്പെടുത്തിയെടുക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. ഇന്ന് നമ്മൾ കാണുന്ന വാർത്തകളിലൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, കഴുത്തറുത്ത് കുട്ടികളെ കൊല്ലുന്നു, അതുപോലെ ആത്മഹത്യകൾ ചെയ്യുന്നു, ക്രൂരമായ വിളയാട്ടങ്ങളായി ജീവിതങ്ങളെ ഉപയോഗിക്കുന്നവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഈ കാര്യങ്ങളിലേക്ക് നമ്മുടെ തലമുറകൾ പോകുന്നു? നാം തിരിച്ചറിയണം. ഇന്ന് നമ്മുടെ മക്കൾ കാണുന്ന കാർട്ടൂണുകൾ, അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അധികം ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കാർട്ടൂണുകളുടെ സ്വഭാവം ഇന്ന് മൃഗങ്ങളുടെ ക്യാരക്ടറാണ്. അതിൽ കാണുന്നത് മൃഗങ്ങളാണ്. അപ്പോൾ ഈ മൃഗങ്ങളുടെ ക്യാരക്ടറുകൾ ഉപയോഗിച്ച് അവർ കണ്ട് വരുമ്പോൾ അവരുടെ സ്വഭാവം മൃഗങ്ങളുടെ സ്വഭാവമായി മാറ്റപ്പെടും. കൊച്ചുകുട്ടികളെ നോക്കിയാൽ നമുക്കറിയാം, കൊച്ചുകുട്ടികൾ ഇന്ന് പലപ്പോഴും അടുത്ത് പോകുന്നവരൊക്കെ ഇങ്ങനെ അടിച്ചടിച്ച് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ട്? അവർ അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അയ്യോ ഈ കുട്ടി എന്താ ഒരു മനുഷ്യനെ പോലെ അല്ലല്ലോ പെരുമാറുന്നത്. കാരണം അവൻ്റെ ഉള്ളിൽ അവൻ നോർമലൈസ് ചെയ്യപ്പെട്ടത് മുഴുവൻ മൃഗങ്ങളുടെ സ്വഭാവമാണ്, കാർട്ടൂൺ ക്യാരക്ടറുകളാണ്. അവൻ്റെ ഉള്ളിലുള്ള മുഴുവൻ സ്വഭാവവും കാർട്ടൂൺ ക്യാരക്ടറുകളാണ്. മനുഷ്യത്വം നഷ്ടപ്പെട്ട അനുഭവമാണെന്ന്. അതുകൊണ്ട് തന്നെ ആരെയും കൊല്ലുന്നതിനോ ആരെയും അസഭ്യം പറയുന്നതിനോ ആരെയെങ്കിലും വാട്സപ്പിലോ ഫേസ്ബുക്കിലോ വ്യക്തിഹത്യ ചെയ്യുന്നതിനോ ഇന്ന് നമുക്ക് ഒരു മടിയുമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വചനത്തിൽ നിന്ന് മനുഷ്യൻ മാറിപ്പോയപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ഒരു വിളയാട്ടമായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒരു കാലഘട്ടത്തിൽ വചനം പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ അമ്മയും ഒക്കെ നമ്മളെ അടുക്കളയിൽ കസേരയിട്ടിരുത്തും, അവിടെ ഇരുത്തി വചനം പഠിപ്പിക്കും, അതുപോലെ ബൈബിളിലുള്ള കഥകൾ പറഞ്ഞു തരും. ഇതായിരുന്നു മുൻകാലഘട്ടങ്ങളിൽ നമ്മളെയൊക്കെ മോൾഡ് ചെയ്തുകൊണ്ടിരുന്നത്. വചനത്തിൽ സാരോപദേശ കഥകൾ പറഞ്ഞു തരുമ്പോൾ അതായിരുന്നു നമ്മളെ മോൾഡ് ചെയ്തുകൊണ്ടിരുന്നത്.
പക്ഷേ ഇന്ന് മാറി. ഇന്ന് മനുഷ്യത്വം നഷ്ടപ്പെട്ട മൃഗങ്ങളുടെ സ്വഭാവമായ കാർട്ടൂണുകളൊക്കെ നമ്മുടെ പിള്ളേരെ കാണിക്കുമ്പോൾ വചനത്തിൽ നിന്ന് മാറി, ബൈബിളിലെ സാരോപദേശ കഥകളിൽ നിന്നൊക്കെ മാറി കാർട്ടൂണുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് മൃഗങ്ങളായി നമ്മുടെ തലമുറകളെ രൂപപ്പെടുത്തിയെടുക്കുന്നു. അതല്ല ആവശ്യം. വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ തലമുറകളെ രൂപപ്പെടുത്തിയെടുക്കണം. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തലമുറകളെ രൂപപ്പെടുത്തിയെടുക്കണം. വേദപുസ്തകവും വചനവും നമ്മുടെ തലമുറകൾക്ക് പങ്കുവച്ച് നൽകുവാൻ നമ്മൾ മറന്നു പോകരുതേ. തീർച്ചയായും അത്തരത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ തലമുറകൾ ദൈവഭക്തിയുള്ളവരായി മാറും. അങ്ങനെ ദൈവഭക്തിയുള്ള, ദൈവാവബോധമുള്ള, ദൈവവിശ്വാസമുള്ള തലമുറയായി മാറ്റപ്പെടട്ടെ.